പണ്ട് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവന്മാരുടെ അവസ്ഥ എന്താകുമായിരുന്നു? ഇത് ചോദിക്കുന്നത് മറ്റാരുമല്ല, ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ കന്നന്തിരിവുകൾ, ഈ തൊഴുത്തിൽ കുത്ത് കണ്ട് മടുത്ത ലോകമെമ്പാടുമുള്ള മലയാളികൾ i2 ന്യൂസ് ആരംഭിച്ച ആ പ്രതികരിക്കാൻ, ഭയമില്ലാതെ പ്രതികരിക്കുവാനുള്ള ആ വേദിയായ i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലേക്ക് വിളിച്ച് പ്രതികരിച്ച കാര്യങ്ങളാണ് ഇത്. എന്ത് കൂടുതലൊന്നും വേണ്ട. ഒരു 20 വർഷം മുമ്പ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ കതറിട്ട് ഞെളിഞ്ഞു നടക്കുന്ന ഒരൊറ്റ നേതാക്കന്മാരും വീടിന് പുറത്തിറങ്ങുമായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം അവരുടെ എല്ലാം ചരിത്രങ്ങൾ ഇന്ന് നടന്നതുപോലെ അവർ ഓർക്കുന്നു. ഇന്ന് ഈ ഡൈയും അടിച്ച് പുട്ടിയും ഇട്ട് നടക്കുന്ന ഈ മോന്മാർ, ഇവന്മാരുടെ സകല തരികടങ്ങളും അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ കൃത്യമായി ഓർക്കുന്നു. അതുകൊണ്ട് സഹിക്കവയ്യാഞ്ഞാണ് ആളുകൾ i2 ന്യൂസിലേക്ക് വിളിച്ച് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഉസ്മാൻ രമേശൻ എന്ന് പറഞ്ഞാൽ ആളിൽ കുറിയവൻ, ഇവൻ അത്രയേ ഉള്ളെങ്കിൽ പോലും ചെറിയ മുതലല്ലായിരുന്നു എന്നാണ് പഴയ ആളുകൾ പറയുന്നത്. ആ ചെങ്ങന്നൂരുകാരിയുമായി ഇവൻ നടത്തിയ ഇടപാടുകളും ലീലാവിലാസങ്ങളും എല്ലാം പാട്ടാണ്. ആ ഉസ്മാൻ രമേശിന്റെ ലീലാവിലാസങ്ങൾ അന്ന് ഇയാളോടൊപ്പം പോയ പലരും മറന്നിട്ടില്ല. പന്നിയിറച്ചിയും തിന്ന് വെള്ളവും അടിച്ച് തലയിൽ മുണ്ടിട്ട് പല സ്ഥലങ്ങളിലും പോയ ആ കൂടെ പോയ ആളുകൾ i2 ന്യൂസിന് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ കേൾക്കാം. ആ ഉസ്മാൻ രമേശാണ് ഇന്നലെ പെരുന്നയിൽ മന്നൻ ജയന്തി ആഘോഷത്തിനായി പോയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിക്കുന്നത് കണ്ട് അദ്ദേഹം ആദരപൂർവ്വം എഴുന്നേറ്റ് നിന്നപ്പോൾ ഉച്ചഭാവത്തോടെ അതൊന്നും ശ്രദ്ധിക്കാതെ നടന്നു നീങ്ങിയിരുന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ ആലപ്പുഴ കോവാലൻ, ആ ഭർത്താവ് മരിച്ച ആ ടീച്ചറുമായി നടത്തിയ ആ കാര്യങ്ങൾ, അതുപോലെ സരിതയുമായി നടത്തിയ ആ കാര്യങ്ങളെല്ലാം നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ കിങ്ങിണിക്കുട്ടൻ, ആ സിനിമാ നടിയുടെ പുറകെ നടന്ന് ചെയ്ത കാര്യങ്ങളും, ആ രാമനിലയത്തിൽ ആ ഞരമ്പ് രോഗി നടത്തിയ കാര്യങ്ങളും, KPCC അധ്യക്ഷന്റെ ആ മുറിയിൽ ഈ കിങ്ങിണിക്കുട്ടൻ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളെല്ലാം എല്ലാവരും മറന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. അതുപോലെ മഞ്ചേരിയിൽ ഉടുതുണിയില്ലാതെ നൂൽബന്ധമില്ലാതെ പിടിക്കപ്പെട്ട ആ ഉണ്ണിത്താൻ, അയാളെ മഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ടുപോകുന്ന രംഗങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ഇവന്മാരാണ് രാഹുൽ മാങ്കൂട്ടത്തെ സ്മാർട്ട് വിചാരം ചെയ്യുന്നതെന്ന് മറക്കരുത്. അതുകൊണ്ടാണ് i2 ന്യൂസ് കണ്ട പ്രേക്ഷകർ ഇവന്മാരുടെ കന്നന്തിരിവുകൾ വ്യക്തമായി അറിയാവുന്ന ആ 10-25 കൊല്ലം മുമ്പുള്ള ഇവന്മാരുടെ തനി സ്വരൂപം കണ്ട ആ ജനങ്ങളാണ് i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലേക്ക് വിളിച്ചറിയിക്കുന്നത്. പണ്ട് ഒരു 20 കൊല്ലം മുമ്പെങ്കിലും ഈ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഡൈ അടിച്ച് നടക്കുന്ന ഈ കടൽ കിഴവന്മാർ ഒറ്റയൊരുത്തൻ പോലും പുറത്തിറങ്ങില്ലായിരുന്നു. അത്ര മിളച്ചന്മാരാണ് എന്ന്. അവരാണ് രാഹുൽ മാങ്കൂട്ടത്തെ വിധിക്കുവാൻ നിൽക്കുന്നത്. ഇനി രാഹുലിന് നിധി തേടിയുള്ള ആ മിഷൻ 250യുടെ 81ാം ദിനമായ ഇന്ന് i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലേക്ക് ലഭിച്ച ആ പ്രതികരണങ്ങൾ കാണാം. i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് പ്രതികരിക്കാൻ ഒരിടാം. ഹലോ സാറേ, ഈ കേക്കച്ചനും ടീമും അടുത്ത കേസും പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ അവന്റെ പേരില്. അല്ല, അതെല്ലാം നല്ലതല്ലേ? ഇതെല്ലാം ഇവനാണ് ഇതിന്റെ പിന്നിൽ നിന്ന് ജനങ്ങൾക്ക് അറിയാൻ പറ്റാവുന്ന ഏറ്റവും നല്ല ഒരു അവസരമല്ലേ ഇതെല്ലാം? അതെ, ഞാൻ തൃശ്ശൂരിനെ വിളിക്കുന്ന പേര് ജസ്റ്റിൻ. ഞാൻ ഈ ഇന്നാള് വിളിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റിനാണ്. ഇവനെയൊക്കെ എന്നതാ ചെയ്യണ്ട? ഇവനെയൊക്കെ തെരണ്ടിവാലിനടിച്ചാ ചുവ്വാവോ? എവിടെ? ഈ ചെന്നിത്തലയും കിന്നിത്തലയൊക്കെ കൂടെ എന്തിട്ട് കളിയാ കളിക്കണേ? ഇപ്പൊ എന്റെ പുനർജനി കേസ് റീഓപ്പൺ ചെയ്തു തോന്നുന്നു. അതാ പറഞ്ഞ ഇത് ഇപ്പൊ അവന് ആശ്വാസമായി കാണുമല്ലോ. ഇവനിപ്പോ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്. ഇവനിപ്പം സർക്കാർ വിജിലൻസ് ആണ് അന്വേഷിച്ച് കേസിൽ കഴമ്പുണ്ടെന്ന് കണ്ട് CBIക്ക് വിടാൻ പോകുന്നത്. അന്നേരം ഇവൻ രാജിവെക്കേണ്ടതല്ലേ? രാഹുലിനെതിരെ ഒരു ആരോപണം വന്നപ്പം പാർട്ടിയിൽ നിന്നും പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയാൽ ഈ കള്ളനെ ഇവന്മാർ പുറത്താക്കുവോ? ഓടിപ്പിച്ചു വിട്ടവനാ. ഇപ്പൊ ഈ കേസ് വന്നു കഴിഞ്ഞപ്പോ ഇവൻ പ്രതിപക്ഷ നേതാവല്ലേ, അവന് പെട്ടെന്ന് ഓടേണ്ട ആളല്ലേ. ഇത് പ്രതിപക്ഷ നേതാവ് ഒരു കള്ളനാണെന്ന് വിജിലൻസ് കണ്ടെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇവൻ രാജിവെക്കണ്ടല്ലേ? രാജിവെക്കാനുള്ളത് ഇവൻ അവിടെ ഇരിക്കാൻ തന്നെ യോഗ്യതയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവന് ഇരിക്കാൻ പോലും യോഗ്യതയില്ല. എന്നിട്ട് അവൻ പറയാണ് ഇതെല്ലാം ഇലക്ഷൻ സ്റ്റണ്ടാണ്. ഇലക്ഷന്റെ സമയത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം രാഹുലിനെതിരെ പണിഞ്ഞതിന് കുഴപ്പമില്ല. അത് കുഴപ്പമില്ലായിരുന്നു. അതിന് കുഴപ്പമില്ല. ഇങ്ങനെ മഞ്ചേരിയുടെ പരിപാടിക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഇളകി കുരു പൊട്ടിയത് അവന്. ഇത് ഇവരാ കോൺഗ്രസ്സുകാരെന്നും പറഞ്ഞിരിക്കുന്നത്. ഈ ജനങ്ങളില്ലാണ്ട് ഇവര് എങ്ങനെ കോൺഗ്രസ്സുകാരാവണ്? ജനമല്ലേ കോൺഗ്രസ്.
ഇവരാണോ കോൺഗ്രസ്? ഉം. ഓരോ ജനങ്ങള് വോട്ട് ചെയ്ത് ജയിപ്പിക്കുമ്പോ മാത്രമേ ഇവര് കോൺഗ്രസ്സുകാരാവുന്നുള്ളൂ, അല്ലാണ്ട് ആരും ഇവര് കോൺഗ്രസ്സുകാരാവണേ? ഉം. ഭയങ്കര കഷ്ടം തന്നെയാ. ഇവിടെ ബാക്കിയുള്ളവനാണെങ്കിൽ പണിയെടുക്കുന്ന ഒരു കാര്യത്തിന് ഒരു വിലയില്ല, ഒന്നുമില്ല. ഇവനൊക്കെ കിട്ടുന്ന ശമ്പളവും അതിന്റെ പെൻഷനും, ഇവരൊക്കെ ഇരുന്ന് തിന്നുക. അല്ല, ഇത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ഈ ഓച്ചിറക്കാളെ ഈ മറ്റേ ഓരോ കെട്ടുകാഴ്ച ഇറക്കത്തില്ല ഇതുപോലെ എന്ന് പറഞ്ഞ പോലെ രാവിലെ ഓരോ കെട്ടുകാഴ്ച പോലെ കെട്ടി ഇറക്കി നിൽക്കുക. ഇവന്റെ പൈസ തിന്നുന്നവന്മാർ ഇവന്റെ ബൈറ്റ് എടുത്ത് ചാനലിൽ കൂടെ കൊടുത്തുകൊണ്ടിരിക്കുക. ഇവനാണ് UDF അല്ലെ കോൺഗ്രസിന്റെ അപ്പൻ എന്ന് പറഞ്ഞ് നിൽക്കുക. ഇവന്റെ തേൻകണിയിൽപ്പെട്ട എല്ലാ നേതാക്കന്മാർക്കും മിണ്ടാൻ ശേഷിയില്ലാതെ മിണ്ടാതെ നിൽക്കുക ഇപ്പം. അവന്റെ ഒരു കുറെ വചനപ്രഘോഷണം ഉണ്ട്. അവന്റെ വചനപ്രഘോഷണം കേൾക്കുമ്പോ അവന്റെ ആ തലയുടെ പുറകിൽ ആ ഞരമ്പിരിക്കുന്നിടത്ത് നോക്കിയിട്ട് ഒറ്റ അടി വെച്ച് കൊടുക്കാനോ തോന്നണം. അവന്റെ വചനപ്രഘോഷണം. അവന്റെ ആ ഒരു കേക്ക് മുറിച്ചു കൊടുത്ത ഒരു നല്ല മോളുണ്ടല്ലോ, അവരുടെ അടുത്ത് പോയിട്ടാണ് ഈ വചനം പറഞ്ഞു കൊടുക്കണ്ടേ. എന്താ ചെയ്യണ്ടേന്നറിയോ? കോൺഗ്രസ്സുകാരുടെ വില കളയാൻ വേണ്ടിയിട്ട് തന്നെ നടക്കുന്ന ഒരു നാറി. അവനൊക്കെ എന്നാ ചെയ്യണ്ടേ? അല്ലാണ്ട് ഇപ്പൊ അവനൊന്നും വേറെ ഇതൊന്നും വിളിക്കാൻ കൊള്ളൂല. ഇത് ഇന്ന് നോക്ക്, ഞാനൊരു കൃഷിപ്പണിക്കാരുണ്ട്. ഇപ്പൊ പാലെടുത്തോണ്ടിരിക്കുന്ന അവസരാ, റബ്ബർ വെട്ടി പാലെടുക്കുന്ന അവസരാ. ഇതേപോലെ പണിയെടുത്തിട്ട് കൊണ്ടു കൊടുക്കുന്ന സാധനത്തിന് വിലയില്ല. യുവന്മാരെയൊക്കെ കയറ്റി ഇരുത്തണതിന് വേണ്ടിയിട്ടാ ഇതേപോലുള്ള ഒരു കാര്യം സംസാരിക്കാനല്ലേ? യുവന്മാർക്ക് തിന്നാൻ കിട്ടണ കേസ് മാത്രം ഉണ്ടാക്കും, വേറെ ഒരു കാര്യവും ഇല്ല. സാറൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ സാറ് ഏറ്റവും നല്ല കാര്യം ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. എത്രയോ പേര് സാറിന് സപ്പോർട്ടായിട്ടുണ്ട് ഇപ്പൊ. ഇത് ഇവനെയൊക്കെ ഉണ്ടല്ലോ, ഇവന്റെയൊക്കെ നെറുകം തന്നെ അടിച്ചു പൊളിക്കണം, അല്ലാണ്ട് കൊള്ളില്ല. എന്നാലും വല്ല നാണം ഉണ്ടോ? അതുമില്ല. നാണമെന്ന് പറയുന്ന സാധനം ലേശമേലും മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് കാശും മേടിച്ച് മൂഞ്ചി തിന്നിങ്ങനെ നടക്കുക വിത്ത കാള പോലെ. രവീന്ദ്രൻപിള്ള മുണ്ടങ്കാവ്. ഹലോ, കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു. ഇത് ചെങ്ങന്നൂന്നാ. പറഞ്ഞോ. അയ്യോ, രാഹുലിനോട് പറയുന്നത് എന്തിനാ ഇത്രയും വലിയ ഡെക്കറേഷനൊന്നും വേണ്ട. സതീശന്റെ അവിടെ നിൽക്കാൻ പറ. സതീശന്റെ അവിടെയും ആ കിങ്ങിനിക്കൂട്ടന്റെ അവിടെയും കൂടെ ഈ രണ്ടും തോറ്റ് വെളിയിൽ പോവും. ഈ കിങ്ങിനിക്കൂട്ടനും തോക്കും. ഇന്ന് കണ്ടോ കേക്കച്ചനിട്ട് പണി കിട്ടേക്കുന്നത് ഇവന്റെ പുനർജനനി കള്ളന്റെ. അത് കണ്ടത് ഒന്നും വേണ്ട. കിങ്ങിനിക്കൂട്ടനും വെളിയിൽ പോവും, ഈ സതീശനും വെളിയിൽ പോവും. അവിടെ രണ്ടിടത്തും കേരള ഇന്ത്യൻ നിയമം ഉണ്ടല്ലോ, അവിടെയൊക്കെ നിൽക്കാമല്ലോ. എത്ര പേരും നിൽക്കാമല്ലോ. മൂന്നിടത്തും നിൽക്കണം. പാലക്കാട് നിൽക്കണം. പാലക്കാട്ടവൻ ജയിക്കും. മറ്റേ രണ്ടിടത്തും വെളിയിൽ പോവും. ഒന്ന് പറഞ്ഞു നോക്കുന്നു, മനസ്സിലാക്കിക്കൂടെ? അതൊക്കെ ഒന്ന് നിർത്തോ. സുനിലാണോ? അതെ, താങ്കളുടെ പേര്? സുനില് മോനെ, നിനക്ക് വേണ്ടി ഞാൻ 1000 അഭിവാദ്യങ്ങൾ ലഭിക്കുന്നു. അവന് കെട്ടിവെക്കാനുള്ള കാശ് വരെ ഞാൻ വേണ്ടി തരാം. സാറേ, ഈ ഇവരെയൊക്കെ ഒന്ന് പുറത്താക്കാൻ വല്ല മാർഗമുണ്ടോ സാറേ? അതിനുള്ള അവസരമല്ലേ വരുന്നത്. 3 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പല്ലേ വരുന്നത്. സാറേ, ഇവിടെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇവിടുത്തെ ഈ മാങ്കൂട്ടത്തിന്റെ ആൾക്കാരെല്ലാം കയറി ഈ 4 നാറികളെ, കാരണം ചെന്നിത്തല, ഞാൻ അരിപ്പാട് ഇപ്പോഴത്തെ അമ്പലപ്പുഴ മണ്ഡലക്കാരനാ. ആ ചെന്നിത്തല തൊട്ട് അങ്ങോട്ട് നമ്മള് മുരളീധരനെയും പിന്നെ നമ്മുടെ പ്രസിഡന്റ് ആയിരുന്നോ എന്തോ ആ കിങ്ങിണിക്കുട്ടൻ, എന്തോ അവന്റെ വേറെന്തുവായിരിക്കും, കിങ്ങിണിക്കുട്ടൻ. അവനെയും ഈ മുരളീധരനെയും ഒന്ന് ഒതുക്കാൻ വല്ല മാർഗം ഉണ്ടെങ്കിൽ സാറേ ചെയ്യുക. കേക്കച്ചനെ ഒതുക്കണ്ടേ? കേക്കച്ചനെ ഒതുക്കണം. ഏറ്റവും മുമ്പേ ഒതുക്കട്ടെ കേക്കച്ചനെയാ. അവനെ ഒതുക്കി നമ്മുടെ കൈ അവൻ ഉണ്ടെങ്കിൽ നമ്മളെ ഈ കോൺഗ്രസ് ഇല്ല. അതിനു വേണ്ടിയുള്ള എന്തെങ്കിലും സാറേ ചെയ്യണമെന്ന സാറിനോട് ഞാൻ പറഞ്ഞത്. ഞാൻ അമ്പലപ്പുഴ മണ്ഡലത്തിലുള്ളവനാ. അരിപ്പാട് മണ്ഡലത്തിലും എനിക്ക് 10-200 വോട്ടുള്ളവനാ. അവനെ ജനിതരൻ
കണ്ടില്ലേ ഇന്നലെ പിന്നെ പിന്നെ അവൻ വന്നപ്പം അവന് ഒതുക്കി കേട്ട് ഇറങ്ങിപ്പോയ നാറിയില്ലേ രമേശ് ചെന്നിത്തല, അവനൊക്കെ പണി കൊടുക്കട്ടെ. ജനങ്ങളെ എപ്പോ കൊടുത്തെന്ന് ചോദിച്ചാ പോരെ? സാറേ, അത് 200 സീറ്റിന് മേളിൽ 200 വോട്ടിന് മേളിൽ എനിക്ക് അരിപ്പാട് മണ്ഡലത്തിലുള്ളതാ. അതുപോലെ തന്നെ അമ്പലപ്പുഴ മണ്ഡലത്തിലും ഞാൻ അമ്പലപ്പുഴ മണ്ഡലത്തിൽ ജീവിക്കുന്നവനാ. കൊടുക്കണം. ഇവരൊക്കെ പണി കൊടുക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ സാറേ കൊടുക്കണം. ഇപ്പം ചെയ്യേണ്ടതാണ്, നമുക്കറിയാവുന്ന ആളുകൾക്കെല്ലാം ഈ മെസ്സേജ് കൊടുക്കുക, ഇവന്മാരുടെ ഈ തരികടകളെ എക്സ്പോസ് ചെയ്യുക. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് ഇവന്റെയൊക്കെ അടിപടലം പറിക്കുക. സാറേ, അതേ ഉള്ള ഇവിടെ കോൺഗ്രസിന് ഭരണം ഇല്ലെങ്കിലും ഇവനെയൊക്കെ ഒതുക്കി നിർത്തുക. പിന്നെ ആ മാങ്കൂട്ടത്തിന് സപ്പോർട്ടായിട്ട് ഞങ്ങളെല്ലാം ഉണ്ട്. എൻ്റെ പേര് ചിന്നമ്മ ജോർജ്, വീട്ടുപേര് പിന്നാന്തരത്തിൽ എന്നാ പറയണേ. എനിക്കൊരു 78 വയസ്സായ ഒരു അമ്മയാണ് ഞാൻ. ഈ രാഹുൽ മാട്ടത്തിന്റെ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നതാണ്. രാഹുൽ മാട്ടത്തിന് സ്വതന്ത്രമായിട്ട് പാലക്കാട് സംസാരിക്കാൻ നിൽക്കാൻ പറ്റത്തില്ല സാറ്? സ്വതന്ത്രമായിട്ട് ഉറപ്പാ നിൽക്കും. ഇപ്പൊ അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്ന് യുവന്മാർ ഇവനെ പുറത്താക്കിയില്ല, അന്നേരം സ്വതന്ത്രമായിട്ട് നിൽക്കാതെ വേറെ മാർഗമില്ലല്ലോ. പാലക്കാട്ടും പറവൂരിലും നിൽക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അല്ലേ? അങ്ങനെ ഉണ്ടല്ലോ സാറേ. അതെങ്ങനെയെങ്കിലും നിർത്തി ജയിപ്പിക്കാൻ ഞങ്ങൾക്കൊക്കെ, ഞങ്ങൾ ആ നാട്ടുകാരല്ല, ഞങ്ങളുടെ വോട്ടൊന്നും കിട്ടുമില്ലെങ്കിൽ ഞങ്ങൾ ഉത്തരവാദിത്തമുള്ളവരാണ്. എന്നാലും മനസ്സുകൊണ്ടൊരു വിഷമം ഇതെല്ലാം കേൾക്കുമ്പോ. ഇത് ഈ രാഹുലിനെ ഇതുപോലെ ഈ ശോഭകേട് ചെയ്യുന്ന ആരാന്ന് അമ്മയുടെയൊക്കെ ഒരു വിചാരം? ഈ വാർത്തയിലൊക്കെ കേൾക്കുന്നത് നമ്മുടെ കോൺഗ്രസ്സുകാർ തന്നെയാണ്. മുരളി കേക്കച്ചൻ, സാറ് പറഞ്ഞ പോലെ കേക്കച്ചൻ, ചെന്നിത്തല, ഇതൊക്കെയാണ്. ഇവർക്കൊക്കെ ഈ പ്രായമുള്ളവരെ മാറി നിന്ന് വെച്ചാൽ ചെറുക്കൻ കയ്യിൽ നിന്ന് നിർത്താൻ പറ്റില്ല. ആ ചെറുക്കനൊരു തെറ്റ് പറ്റുന്നുള്ള ആ ചെറുക്കൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. ആർക്കും പറ്റാത്തൊരു തെറ്റല്ലല്ലോ ഇത്. ഞാനത് സാറിനോട് സംശയം ചോദിക്കാനായിട്ട് വിളിച്ചതാണ്. സാറ് നിൽക്കൂലല്ലേ? നിർത്തും. അവർ നിർത്തിയില്ലെങ്കിൽ നമ്മൾ ജനങ്ങൾ നിർത്തും അല്ലേ? തീർച്ചയായിട്ടും സംശയത്തായിരിക്കും ആ കാര്യത്തിൽ. ശരി സാറേ, ഒന്ന് അറിയാൻ വേണ്ടിട്ട്. സന്തോഷം. സുൽമാന്തി സാറേ, നമസ്കാരം. താങ്കളുടെ റെക്കോർഡിനെ ഭേദിച്ച് ഇതേ അടുത്ത് വരുന്നു. വളരെ 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 ആളുകൾ, അതായത് രാഹുലിനെ തകർക്കാൻ ശ്രമിക്കും തോറും ധാരാളം ആളുകൾ പുള്ളിയുടെ പുറകിൽ എന്താണ് പറയുന്നത്, അതിശക്തമായി അവരുടെ പിന്തുണ അറിയിക്കുക. ഈ മണ്ണൂസ് എത്രമാത്രം ശ്രമിക്കുന്നു പുള്ളിയെ തകർക്കാൻ, അത്രമാത്രം പുള്ളി ശക്തി ആർജിക്കുക. ഇപ്പം കേട്ടിരണം, താങ്കളുടെ റെക്കോർഡിനെ തകർത്താണ് അവൻ്റെ അടി. എനിവേ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഹലോ സുനിൽ സാറേ, ഞാൻ NC കുര്യൻ, എറണാകുളം. എനിക്ക് പറയാനുള്ളത്, രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കാനായിട്ട് VD സതീശൻ കണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണെങ്കിലും VD സതീശന് തന്നെ 8ന്റെ പണി കിട്ടിയിരിക്കുന്നു. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ആ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ആ ഒരു ചീഞ്ഞളിഞ്ഞ പീഡനക്കേസും കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ശക്തമായിട്ടൊന്ന് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അതിനൊരു പ്രതിരോധം തീർക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ VD സതീശൻ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്നും VD സതീശനെ രക്ഷിക്കാനായിട്ട് രാഹുൽ മാക്കൂട്ടം അരയും തലയും മുറുക്കി ഇറങ്ങുമായിരുന്നു. അത് തന്നെയല്ല, VD സതീശനെതിരെയുള്ള ഈ ജനരോഷം ഉണ്ടാകുകയില്ലായിരുന്നു. ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ മാക്കൂട്ടത്തിനെ ഒതുക്കാനായിട്ട് VD സതീശനാണ് മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ വ്യക്തമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം 3ാം പരാതി കൂടെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നു. അതായത് ആദ്യത്തെ പീഡനക്കാരിയുടെ ഭർത്താവ് രാഹുൽ മാക്കൂട്ടം അയാളുടെ കുടുംബജീവിതം തകർത്തു, അതുപോലെ തന്നെ അയാൾക്ക് മാനഹാനി ഉണ്ടാക്കി, അയാൾക്ക് മറ്റേതുണ്ടാക്കി മറിച്ചതൊക്കെ ഉണ്ടാക്കിയെന്നും പറഞ്ഞുകൊണ്ട് കുറേ പരാതിയും കൊണ്ട് വന്നിരിക്കുന്നു. അവനൊരു ഊളയാണെന്നും വെറും മുണ്ണയാണെന്നും വളരെ വ്യക്തമായിട്ട് അയാൾ രേഖാമൂലം ഇപ്പം പൊതുസമൂഹത്തെ അറിയിച്ചിരിക്കുന്നതിന് തുല്യമാണ് അയാൾ ഈ പരാതിയായിട്ട് വന്നിരിക്കുന്നതിൻ്റെ പിന്നിലുള്ളതെന്നുള്ളത് വളരെ വ്യക്തമായൊരു കാര്യം തന്നെയാണ്. എന്താണെങ്കിലും ശരി, ആ കാര്യത്തിനകത്തൊക്കെ VD സതീശൻ്റെ പങ്ക് വളരെ വ്യക്തമായിരുന്നു. കാരണം ഈ രാഹുൽ മാക്കൂട്ടത്തെ എങ്ങനെ ഒതുക്കുക എന്നുള്ള ഹിജൻ അജണ്ട പിണറായിസ്റ്റുകളും അതുപോലെ തന്നെ
VD സതീശനും അതുപോലെ തന്നെ BJP ഈ 3 വിഭാഗവും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്ന് പട പൊരുതിക്കൊണ്ടിരുന്നിട്ടും അതിശക്തനായ സിംഹമായിട്ട് തന്നെയാണ് രാഹുൽ മാക്കൂട്ടം ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. ഇനി ഇത്ര ചീഞ്ഞളിഞ്ഞ ഒരു 30 പരാതി വന്നു കഴിഞ്ഞാൽ പോലും രാഹുൽ മാക്കൂട്ടം പിടിച്ചു നിൽക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇപ്പോൾ VD സതീശന് വന്നിരിക്കുന്ന ഈ 8ന്റെ പണിയുണ്ടല്ലോ, ഇതിനകത്ത് മിക്കവാറും VD സതീശൻ കുടുങ്ങുക തന്നെ ചെയ്യും. മിക്കവാറും VD സതീശന് ഭാഗ്യമുണ്ടെങ്കിൽ VD സതീശൻ തന്നെ പറഞ്ഞിരുന്നതുപോലെ കേക്കച്ചിയുമായിട്ട് ഇനിയുള്ള കാലം വനവാസത്തിന് പോകാം. കേക്കച്ചിയായിട്ട് കേക്കച്ചിയുടെ കേക്കും നക്കി ഇനി ഏതെങ്കിലും വനവാസത്തിന് പോകാവുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് VD സതീശൻ ഇപ്പോൾ നിലവിൽ. ഓക്കെ, നമസ്കാരം സർ. എന്തൊരു പിന്തുണയാണ് സർ. നമ്മൾ അത്രത്തോളം സാറ് ചെയ്യുന്ന അതിൻ്റെ കൂടെ അനുകൂലിക്കുന്ന ഒരുപാട് ജനങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ. വേറൊരു ചാനലും കാണാൻ ഇപ്പോൾ മനസ്സേ വരുന്നില്ല. സാറിൻ്റെ വാക്കുകളും സാറിൻ്റെ പ്രശസ്തിയും സാറ് ചെയ്യുന്ന പ്രവൃത്തിയും വിനുവിനെയും 24 ഏഷ്യാനെറ്റും ഒന്നും കാണാനുള്ള മനസ്സില്ല സർ, കാണലുമില്ല. അത്രയും ഇതായിട്ടാണ് നിൽക്കുന്നത്. രാഹുലിനെ കാണുമ്പോൾ തന്നെ സുനിൽ സാറിനെ ഞാൻ കാണുന്നത് ഇപ്പോൾ സത്യത്തിൽ അത്രയും മഹാത്മമായ ഒരു സംഗതികൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഞാനും പറഞ്ഞ മാതിരി സാറിൻ്റെ നമ്പർ അറിയുന്നതാണ്. പക്ഷെ 73 വയസ്സായി. എന്നാലും എവിടെ വേണമെങ്കിലും വിളിച്ചോളൂ സാർ, എന്തിനും വേണ്ടിയിട്ട് എന്തിനും തയ്യാറായിട്ട് ഞാനും ഉണ്ട് സാർ. ഒരു കാരണവശാലും നമ്മൾ ഇത് VD സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലോ അവനോട് ടെലിഗ്രാം ഓഫീസിൽ പോയി കിങ്ങിക്കുട്ടനോട് പണ്ടത്തെ ടെലിഗ്രാം അടിക്കാൻ പറയും സാർ. അവനൊക്കെ കരുണാകരൻ്റെ മകനായിട്ട് എങ്ങനെ ജനിച്ചെന്നുള്ളത് ആലോചിക്കുന്നത് ഞാൻ. അതേപോലത്തെ പെങ്ങള് പങ്കജ, എന്താ അവളെ പേര്, അവള് പിന്നെ പത്മജോ, എന്തൊക്കെ. അതുപോലെ തന്നെ സാറേ ആദില്ലേ ആൻ്റണി, അയാളെന്താ അവിടെ ഇവിടെ ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്നു. ഒരു മകനെ അങ്ങോട്ട് വിട്ട് ഒരു മകൻ ജോലിക്കും, പിന്നെ നല്ലോണം പൈസ കിട്ടുന്നുണ്ടല്ലോ വൈഫ് ബാങ്കിലൊക്കെ അല്ലേ. അങ്ങനെയുള്ള ജീവിതം സാർ. സാറ് ചെയ്യുന്ന പ്രവൃത്തി നമ്മളെപ്പോലെ പാവങ്ങൾക്ക് നന്മ കിട്ടാൻ ആ മഹാത്മനായ അവരെ മുന്നോട്ട് നയിക്കും സാർ. മുന്നോട്ട് നയിച്ചും കൊണ്ടിരിക്കുകയാണ് സാർ, ഇല്ലയെന്നല്ല പറയുന്നത്. ഷാപ്പി പറമ്പിൽ ഇവർ എല്ലാവരും മുന്നോട്ട് വന്നിട്ട് നമ്മളെ കോൺഗ്രസിനെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ എന്നുള്ള പ്രത്യാശയോട് കൂടി എന്നും സാറിനോട് മെസ്സേജ് തരാനുള്ള ആഗ്രഹമുണ്ട്. ഓക്കെ, നല്ല രീതിയിൽ നടക്കട്ടെ സാർ. ഒരു കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരാളാണ്, ഒരു സ്ത്രീയാണ്. രാഹുലിനെ പറ്റി കേൾക്കുന്നതാണ് പ്രതി. അതിന് ഒരു ഇത് പറയാനാണ് ഞാൻ പറയാ സാറേ. നമ്മളെ സ്ത്രീകളെ അടക്കി നിർത്തുമല്ലേ വേണ്ടത്. അതിന് ബദൽ ഈ പാവങ്ങളെ കുറ്റപ്പെടുത്തുകൊണ്ട് അവനവന്റെ ഭാര്യമാരാ പങ്കന്മാരാ കുട്ടികളെ അടക്കി നിർത്തുകയുണ്ട്. തങ്ങളൊക്കെ ഇടുകൊണ്ട് ഇങ്ങനെ പഠിച്ചുകൾ ഇളക്കുമ്പോൾ ഇളക്കി കഴിഞ്ഞാൽ മറ്റുള്ളവരെ കുഞ്ഞു പിള്ളേരെ കുതിര ചാടുകൊണ്ട് അല്ല. അതുകൊണ്ട് ആദ്യം ഒരു ഇതുകൊണ്ട് അവനവന്റെ ഭാര്യമാരെ അവനവന്റെ ഭർത്താക്കന്മാരോട് അടക്കി നിർത്താൻ പറ. അല്ല, ഇവനെ സത്യം പറഞ്ഞാൽ നാണമുണ്ടോ ഇവനിങ്ങനെ ഈ നാണമുണ്ടോ? അവനെന്റെ ഭാര്യമാരൊക്കെ കൊച്ചി പക്ഷികളെ ഇളക്കുമ്പോൾ ഇളക്കിച്ച് വലിയക്ക് കണ്ട കൊടിയം പക്ഷികളെ കുറ്റപ്പെടുത്ത എമ്മാതിരി നാറികളാണ് സാറേ ഇത്. ഈ ലോകത്ത് മരപ്പട്ടികളും ഈ മനുഷ്യന്മാർ കഴിച്ചെന്ന വ്യത്യാസം വന്നതിന് സ്വന്തം ഭാര്യ വല്ലവന്റെയും കൂടെ പോയിട്ട് ഇവൻ വന്നു നിന്ന് വല്ലവനും കുറ്റം പറയുന്നത്. അതല്ലേ പറയുന്നേ. ഈച്ചങ്ങൾ ചോറല്ലേ തിന്നുന്നു. എത്രമാത്രം നാണം കെട്ടിട്ടുള്ള ഐറ്റള്. അവനവന്റെ ഭാര്യനെ അവനെ നിർത്തുക. എന്നിട്ട് ഇപ്പം ഭർത്താവ് വന്നിട്ട് കേസ് കൊടുക്കുന്നു. അല്ല, ഇത് ഏത് പുറത്തും കുട്ടികളും. ഞാൻ ഒരു അട്ടപ്പാടിയിലെ ഒരു പടുവൃദ്ധനെ പോലത്തെ ഒരു സ്ത്രീയാണ്. എങ്കിലും ഇതെല്ലാം ഒരു 2 മണി ചോറ് തിന്നവർക്ക് ഇതെല്ലാം അറിയില്ലേ? എന്തൊരു കഷ്ടമായത്. ഈ നാറികൾ ആയില്ല. ഇനിയും തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് ഈച്ചകള്. എന്റെ പേര് ജോസഫ് എരുമേലി. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും ഇങ്ങനെ കുരുക്കാൻ തുടങ്ങി എന്താ സാറേ പ്രതികരിക്കാൻ പറ്റുന്നേ? അല്ല, ഇത് കാണുമ്പോ ഇത് ആളുകൾക്ക് കൂടുതൽ വ്യക്തമായില്ലേ? ഇത് കൃത്യമായിട്ടും ഇവന്റെ ആസൂത്രണമാണെന്ന് കൃത്യം ഈ ഓരോ പണി കാണുമ്പോഴും ജനങ്ങൾക്ക് അറിയത്തില്ലേ?
ഞാൻ സാറേ സത്യസന്ധമായി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ പഞ്ചായത്ത് അസംബ്ലി വോട്ടിന് ഞാൻ BJP വോട്ട് ചെയ്യേണ്ടി വന്നു. കാരണം ഈ കോൺഗ്രസ്സുകാർക്ക് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട്. കാരണം ഞങ്ങളെ എരുമേലി ആവശ്യം ഞാൻ ആദ്യം പറഞ്ഞു ഒരു കാരണവശാലും ഞാൻ ചെയ്തില്ലെന്ന് പറഞ്ഞു. ഈ കോൺഗ്രസ് ഇപ്പൊ അടുത്ത പ്രാവശ്യം ഇതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പിൻവലിച്ചില്ലെങ്കിൽ ഞങ്ങൾ കറക്റ്റായിട്ട്, കാരണം ഇടതുപക്ഷത്തിന് ചെയ്യാൻ പറ്റത്തില്ല. അല്ല ഇത് സതീശനാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇത്? അതായത് ഈ ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി ഇവനെ കൊണ്ടുപോയി ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ ആദ്യമേ ഇന്റർവ്യൂ കൊടുപ്പിച്ചു. അന്നേരം ഒന്ന് ഇവനെ ഇവിടെ കേരളത്തിൽ ഇറക്കിയില്ല. ഇംഗ്ലീഷ് മാധ്യമങ്ങൾക്കും ഉണ്ട്, ടൈംസ് നൗവിനും NDTVക്കും ഒക്കെ ഇവരെ ഇറക്കിക്കൊണ്ട് ഇതേപോലുള്ള ഇന്റർവ്യൂ കൊടുപ്പിച്ചു. അങ്ങനെ ആ ദേശീയ നേതൃത്വത്തിന്റെ ഒക്കെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരാൻ വേണ്ടിയാണ് ആ കളി കളിച്ച് എന്നിട്ട് ഇവനെ മാറ്റി നിർത്തി. ഇപ്പോൾ ആകെ നാറി ഇപ്പോൾ 7-ാം തീയതി ഹൈക്കോടതിയിൽ ഈ കേസ് വരുമ്പോഴത്തേക്കും വീണ്ടും ഒരു FIR ഇടിപ്പിച്ച് ഇവനെ വീണ്ടും അറസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള പണിക്ക് വേണ്ടി ഇത് ഇപ്പൊ കൊണ്ട് കളത്തിൽ ഇറങ്ങിയേക്കുന്നു. അതായത് പറഞ്ഞു ഇപ്പൊ നമുക്ക് ഇതിനകത്ത് എങ്ങനെ പ്രതികരിക്കാൻ പറ്റും സാറേ? സാറൊക്കെ എന്തുവരെ ആ വ്യക്തി കൂടെ ഞങ്ങളൊക്കെ ഉണ്ട് സാറിനൊക്കെ കൂട്ടത്തിൽ. അല്ല ഇത് നമ്മൾ സത്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ല ഇത് കൂടുതൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇവന്മാർ ഈ പണി ചെയ്യണം. കാരണം നമ്മളൊക്കെ പറഞ്ഞത്, അതായത് ഈ മിഷൻ 250 എന്തിനു തുടങ്ങിയെന്നും അതുപോലെ തുടക്കം മുതൽ തന്നെ ഞങ്ങൾ ഈ കാര്യം പറയുന്നതും പലരും ഓർക്കും ഇയാളോടൊക്കെ നമുക്ക് എന്തോ വ്യക്തിവൈരാഗ്യം ഉള്ളതുകൊണ്ടാണെന്ന്. പക്ഷെ ഇപ്പൊ കൂടുതൽ വ്യക്തമാകുകയല്ലേ, ഇവന്റെ മുഖം തെളിഞ്ഞു വരികയല്ലേ, ഈ സതീശന്റെ മുഖം വളരെ വ്യക്തമാകുകയല്ലേ. ഇവൻ ഇത് ഓരോ സമയത്ത് വിളക്കി, അതായത് സതീശന്റെ ഇപ്പോഴത്തെ കലിപ്പിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവനെ NSS ആസ്ഥാനത്ത് വിളിച്ചില്ല, മന്നം ജയന്തിക്ക് രാഹുലിനെ വിളിച്ച മുൻനിരയിൽ ഇരിക്കുന്ന കണ്ടപ്പോൾ ഇവന് സഹിക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ PJ കുര്യനെ ഇറക്കി ഈ പ്രകാരം ഒരു പണി നടത്താൻ നോക്കി, അതും പൊളിഞ്ഞു പോയി, അയാളും മലക്കം പറഞ്ഞു. മൊത്തത്തിൽ പാളി. ഇപ്പോൾ രാഹുലിന് വീണ്ടും കളം നിറയുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തതുമായിട്ട് ഇറങ്ങിയതാണ്. സതീശൻ എന്ന് പറയുന്ന ഒരുത്തം മാത്രമാണെന്ന് വളരെ ഞങ്ങൾ പറഞ്ഞത് എത്ര കൃത്യമായെന്ന് നോക്കി. വെള്ളിടി വെട്ടിയാക്കോളാം ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ പറഞ്ഞല്ല, ഈ പറയുന്ന 3 മാസം കൂടെ കാത്തിരിക്കുക, ഇവനെ മണ്ഡലത്തിൽ തോപ്പിക്കുക. ഇവന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ അതൊക്കെ അവനുള്ള വിധി അത് വേറെ. ജനങ്ങൾക്ക് കൊടുക്കാവുന്നതിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ ഇതിനെതിരായിട്ടുണ്ട്. എന്തോ നമ്മളെക്കാൾ കൂടുതൽ പറവൂര് മണ്ഡലത്തിൽ VD സതീശനെതിരെ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണല്ലോ അവന്റെ വീടിരിക്കുന്നിടത്ത് BJP ജയിച്ചത്. സ്വന്തം അന്നേരം ഇവൻ ആ പേടിയുണ്ട്. അതായത് ഇവന്റെ മണ്ഡലത്തിൽ ഇവൻ തോക്കുമെന്ന് ഇവന് കൃത്യമായ ഉറപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ ത്യാഗിയാകാൻ റെഡിയാണ്. ഇവൻ അവസാനം ചിലപ്പോൾ പേടിച്ച് ഇലക്ഷന് പോലും നിൽക്കാൻ സാധ്യതയില്ല. അതെ, ഇവനെ ഈ ഷാഫിയെ പാലക്കാട് ഇരുന്ന് ഇവനെ തോൽപ്പിക്കാൻ വേണ്ടിയാണോ, ഇവൻ നിൽക്കാതിരിക്കാൻ വേണ്ടിയാണോ? അത് സംശയം എന്തായിരിക്കുന്നേ? ഷാഫിയമാർ ഇറക്കുവാണെന്നുണ്ടെങ്കിൽ അത് അതിനു വേണ്ടി തന്നെയായിരിക്കും. ഷാഫി അതിന് നിന്ന് കൊടുക്കുമോ, അവനും ഈ പണി കാണിക്കുമെന്നാണ് നമുക്ക് അറിയേണ്ടുന്നത്. അതെ, അവൻ ഇത്ര നാൾ ഇതിന് അനുകൂലമായിട്ടൊക്കെ നിന്നതാ. അന്നേരം അവന് ഈ പറയുന്ന പോലെ ഇനിയും അവനൊരു ഓഫർ കൊടുക്കുവാണ്, പാലക്കാട്ട് നിർത്താം, പാലക്കാട്ട് നിന്ന് ജയിച്ചാൽ ഉറപ്പായിട്ടും അവന് മന്ത്രിയാകാമല്ലോ. അന്നേരം ആ മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് പറഞ്ഞ് ഇവൻ രാഹുലിനെ വെട്ടുമെന്ന് നമുക്ക് നോക്കിത്തരുന്നത് കാണാം. ഇവനും ഇവനെ പോലെ ചതിയനാണോ കാര്യത്തോടെ എടുക്കുമ്പോഴത്തേക്കും അവൻ തനി സ്വഭാവം കാണിക്കുമോ എന്ന് നമുക്കറിയാം. ഏതായാലും ഞങ്ങളുടെ ഇവിടെ നല്ലോണം ഈ രാഹുലിന് അനുകൂലമായിട്ടുള്ള ആൾക്കാരും ഉണ്ട്, ഇവന്മാരുടെ ഇതിനെ പ്രതികരിക്കുന്നവരുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാൻ കടുത്തിരുത്തിന, എൻ്റെ പേര് ദേവി. ഇവിടുത്തെ നേരത്തെ ഞാൻ നല്ലതായിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കോൺഗ്രസിന്റെ മണ്ഡലം വൈസ് പ്രസിഡന്റും ബോർഡ് സെക്രട്ടറി ആയിരുന്നു. ഇപ്പം നല്ലതായിരിക്കുക. ഈ സാറിന്റെ എല്ലാം ഇത് എല്ലാ ദിവസവും കാണുന്നുണ്ട്, ഒന്ന് പ്രതികരിക്കണം തോന്നി. എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് ഞാൻ പോകുന്ന സപ്പോർട്ടാണ്. ഞങ്ങളുടെ കുറെ പേരുണ്ട്. ഞാനൊക്കെ യൂത്ത് കോൺഗ്രസിൽ കണ്ടപ്പോൾ ഈ ചെന്നിത്തല ചരിത്രവും VD സതീശന്റെ യൂത്ത് അറിയത്തില്ല, ഈ ചെന്നിത്തലയുടെ ചരിത്രമൊക്കെ എനിക്ക് നല്ലപോലെ അറിയാവുന്നതാണ്. പരിശുദ്ധന്മാരായിരുന്നോ? അല്ലെന്ന് അതിലേ പറഞ്ഞ ചെന്നിത്തല അന്ന് യൂത്ത് കോൺഗ്രസിനകത്ത് ജോൺസന്റെ കൂടെ വരുന്നിടത്ത് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവന് പന്നിയിറച്ചിയും പെണ്ണും അവന്റെ മെയിൻ ആളെ ഈ കൂട്ടത്തിലേക്ക് ഇവൻ കൊണ്ടുവരുന്നോണ്ട് അവൻ ഇപ്പുറത്ത് കൊണ്ടുവന്നേ കേട്ടായിട്ട്. അതുപോലെ പല പല ചരിത്രങ്ങളും ഇതിനെപ്പറ്റി എനിക്കറിയാവുന്നതാണ്. ഇവന്മാരൊക്കെ അത് ഉണ്ണിത്താൻ എനിക്ക് നമ്മളൊക്കെ കേട്ട് അത്രയേ ഉള്ളൂ. ഈ ഉണ്ണിത്താനൊക്കെ ഇത്ര വിശുദ്ധനാകാൻ അവന്റെയൊക്കെ ചരിത്രം അറിയത്തില്ലേ. അതുപോലെ PJ കുര്യൻ ഇവരൊക്കെ ചരിത്രം കോൺഗ്രസ്സുകാരെ നമുക്ക് എനിക്ക് 65 വയസ്സായനാ. ഈ കോൺഗ്രസ് ഞാൻ ചെറുപ്പം പോലെ കോൺഗ്രസ് എല്ലാവരും ഇമ്പിടി പേരുടെ ചരിത്രം എനിക്കറിയാം. അറിയോ? ഈ സുധീരനെ ഇവരൊക്കെ ഇവരൊന്നും ഇപ്പൊ പുണ്യാളന്മാരില്ല. അന്നൊക്കെ യൂട്യൂബോ ഇതുപോലെ
ചാനലുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവരൊക്കെ ഇന്ന് ഒന്ന് കാണില്ല. അതായത് പണ്ട് ഇതുപോലെ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്ന ഇന്ന് ഈ ഡൈ അടിച്ച് നടക്കുന്ന ഒരുത്തനും ഇന്ന് വെളിയിൽ ഇറങ്ങൂല. അന്ന് ഇന്ന് ഇറങ്ങിയില്ലായിരുന്നു. ഇതിനൊക്കെ പറയുന്നത് എന്തെങ്കിലും യോഗ്യത ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ. ഇതിലും വലിയ തെറ്റുമാരും പ്രത്യക്ഷത്തിൽ തെറ്റുമാരും പിടിക്കപ്പെട്ടവരുമായ അവർ ഇന്ന് മാന്യമായിട്ട് പുറത്തിറങ്ങി നടക്കണം. ഇതിപ്പോ ഈ കേക്ക് സാറ് വിളിക്കുന്ന കേക്കെന്ന് വെച്ചാൽ ഞാൻ തെണ്ടിയ ഈ രാത്രി പുറത്തിറങ്ങി അവൻ എന്തൊരു എന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചേതവുകാരനാണ് മനസ്സിലാകുന്നല്ലേ ഇവനെ. അതാണ് ഈ ചെന്നിത്തലയ്ക്കെതിരായല്ലോ രാഹുലിന്റെ എതിരായിട്ട് ഇവരെ പ്രവർത്തിക്കാൻ വേണ്ടി ഞാൻ ഇതിന്റെ ആലോചിക്കാറൊക്കെയുണ്ട്. ഇതിന് സാറിന് പറഞ്ഞത് എനിക്കിതിനെ പറ്റി കൂടുതൽ അങ്ങോട്ട് കൊത്താളായിട്ട് ഞാൻ 8-10 വർഷമായിട്ട് ഇപ്പം ഇദ്ദേഹത്തോട്ടായാലും ഇതിനെ കൂടുതൽ അറിയപ്പെടുന്നുള്ളൂ. അന്ന് തന്നെ ഈ സുധീറും കെ പി സി പ്രസിഡന്റ് ആയപ്പോ എങ്ങനെയോ കെ പി സി വൈസ് പ്രസിഡന്റായി. അന്ന് ഉമ്മൻചാണ്ടിനെ അവിടെ ഇരുന്ന് കാര്യവാരി അതിപ്പോ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ലേ, ഇത് ഞങ്ങളാരുമല്ല. ഇവിടെയുള്ള മാർക്സിസ്റ്റ് പാർട്ടി ഞങ്ങൾ ചോദിക്കുമ്പോൾ പറയും നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ ഉമ്മൻചാണ്ടിക്കായിട്ട് ആദ്യം പാർവതിയെ കേസ് പൊട്ടിക്കൊണ്ട് വന്നു കേസ്. ഈ അതുപോലെ രമേശ് ചെന്നിത്തലയെ പോലെ അതുപോലെ അന്ന് ഉമ്മൻചാണ്ടിയുടെ ഭരണം കള്ളന്റെ വരവാണ്, കൊള്ളഭരണമാണ്, അഴിമതിയുടെ ഭരണമാണെന്നൊക്കെ പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞത് ചെന്നിത്തലയും ഈ സുധീറിനൊക്കെ. സതീശനും പറഞ്ഞല്ലോ, സതീശനായിരുന്നു ഏറ്റവും മുന്നിൽ എന്ന് പറഞ്ഞത്. സതീശനാ അതന്നെ, സതീശനുണ്ട് സുധീറിനുണ്ട്. ഇപ്പം സുധീരൻ വായിക്കാത്ത വെള്ളം ഒഴിച്ചു മിണ്ടുന്നില്ല. ഇതിന് പറയാൻ യാതൊരു ഇവൻ അതുകൊണ്ട് ഉമ്മൻചാണ്ടി അങ്ങനെ വിളിച്ചു ആദ്യം ഇട്ടിട്ട് എങ്ങനെ പ്രതിപക്ഷ നേതാവ് ആയിരുന്നു പോലും ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ കുറെ പേർക്ക് അതിശയാണ്. കാരണം അങ്ങനെ അടിസ്ഥാനമായിട്ടുള്ളൊരു ഇതിനെപ്പറ്റി ഞങ്ങൾക്കാർക്കും അറിയത്തില്ല. കോൺഗ്രസ്സുകാരനാന്നുള്ള ഇടയ്ക്ക് ഇങ്ങനെ ജയിച്ചു വന്നിട്ട് MLA ആണെന്നുള്ള അല്ലാതെ വേറെ പെർഫോമൻസ് ഒന്നും ഇവരെ കണ്ടിട്ടില്ല. അപ്പം ഞങ്ങളിങ്ങനെ ഇവിടെ കുറെ പേരുണ്ട്. ഇനിയും ഇതിനെതിരായിട്ടൊരു ക്യാമ്പയിൻ വരുവാണെങ്കിൽ ഞങ്ങൾക്ക് തയ്യാറായിട്ട് ഇരിക്കാനായിട്ട് കുറെ പേരുണ്ട്. ഇത് ശരിക്കും ഇന്നലെ കണ്ടോ ഇതിൽപ്പോ ഒരു നാണക്കേടുണ്ടോ? ഇപ്പം അവിടെ ഭർത്താവെന്ന് പറഞ്ഞവനെ ഇപ്പൊ ഇറക്കി മൂന്നാമത് പരാതി കൊടുത്തേക്കുക. ഇത് സതീശനാന്നുള്ളത് ഇപ്പൊ കൂടുതൽ വളരെ വ്യക്തമായില്ലേ? അത് തന്നെ ഇത്രയും നമുക്ക് ഭർത്താവ് ഇല്ലെന്ന് പറഞ്ഞോളാം. 4 ദിവസം കഴിയുമ്പം രവേശാന്ന് പറഞ്ഞോളൂ ഇപ്പത്തെ ഭർത്താവ് തന്നെ ഇറങ്ങി വന്നെടുക്കാം. അത് തന്നെ വലിയൊരു ചതിയല്ലേ ഇപ്പൊ കണ്ടാക്കണേ. അതിപ്പോ നമ്മുടെ SP SP ജോർജ് സാറ് പറഞ്ഞത് ഇത് അത്ര ഇതാവും തോന്നല്ലെന്ന് പറഞ്ഞു. അത് അന്ന് പറയേണ്ട കാര്യം ഇവൻ ഇപ്പൊ പറയാതെ വന്നതും പിന്നെ ഭർത്താവിൻ്റെത് ശതാബ്ദിയിൽ ഭാര്യക്കെതിരായിട്ടുള്ള കേസ് കൊടുത്തു, ഇവനെതിരായിട്ടല്ല കേസ് കൊടുക്കണ്ടേ. ഭാര്യക്ക് സപ്പോർട്ട് ചെയ്തപ്പോ ഭാര്യ പോട്ടെന്നുള്ള പോയത് കൊണ്ട് അവന് യാതൊരു എതിരുമില്ല, അവന് മാനം കെട്ടുന്നില്ലേ അവൻ പറയുന്നുള്ളൂ. ഭാര്യക്കെതിരെ കാര്യമില്ല. അങ്ങനെ വരുമോ? പുള്ളിക്ക് 2 ദിവസം ജാമ്യം കിട്ടിയല്ലേ, കിട്ടാന്നുള്ള ആ പ്രാർത്ഥന ഞങ്ങൾക്ക് ഇവിടെ ഇല്ല. എന്നാ പറഞ്ഞാൽ ചെറുപ്പക്കാരന്റെ കൂടെ ഞങ്ങളുള്ളൂ. ഈ രാഹുല് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി ഏത് മണ്ഡലത്തിൽ നിന്നാലും കേരളത്തിൽ ജയിക്കുമോ? ജയിക്കുമെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഇനി അങ്ങനെയാണ് സീറ്റ് കൊടുത്തില്ല തന്നെയും കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, യുവമാർക്കെതിരായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന എന്റെ അഭിപ്രായം. ഒരു മുന്നാളന്മാരായിട്ട് കോൺഗ്രസ്സുകാരായിട്ട് കോൺഗ്രസ് ജയിക്കുന്ന ആഗ്രഹം, കോൺഗ്രസ് ഭരിക്കുന്ന ആഗ്രഹമുള്ളവന്മാരാണെങ്കിൽ ഇപ്പൊ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ട് ഇരിക്കുന്ന മുഴുവൻ കള്ളന്മാരും പെണ്ണുപിടിയന്മാരും മാത്രമല്ലേ അവരവരുടെ പാർട്ടിക്കോടെയല്ലേ തീരുമാനിക്കണേ, പുറത്ത് പറയാറില്ലല്ലോ. ഉണ്ടെങ്കിലും അവരവരുടെ പാർട്ടിക്കോടെ ആളെന്ന് തീരുമാനിക്കില്ലേ. ഇതിപ്പോ അവളെ കൊണ്ട് അവന്റെ മകളാന്ന് പറഞ്ഞ് വെച്ചതിന് നടന്നു അവളെ കൊണ്ട് ജയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ കൊണ്ട് പ്രയത്നിക്കാന്ന് പറഞ്ഞാൽ ഇവൻ അത് കോൺഗ്രസ്സുകാരൻ പറഞ്ഞു ഇവൻ അതിന്റെ പേരിൽ തന്നെ ചിലര് ഇവനെ അങ്ങ് പൊക്കുന്നുണ്ട്. ചില പറഞ്ഞ പോലെ ഈ വിനു ജോണും അതങ്ങനെ കുറെ പേരങ്ങ് പൊക്കുന്നുണ്ട്. അവന്റെ ഉറച്ച നിലപാടാണെന്ന്. അവൻ എന്നാ ഉറച്ച നിലപാടുണ്ടാക്കിയെന്നും പറഞ്ഞോണ്ടാ. അവന് യാതൊരു ഉറച്ച നിലപാടുള്ള അല്ലെങ്കിൽ പാർട്ടിയോടുള്ളൊരു കടപ്പാട് ഉറച്ച നിലപാടുണ്ടായിരുന്നെങ്കിൽ അവൻ മുഖാന്തരം പൊങ്ങി വരരുതായിരുന്നു. ഇതിപ്പോ ഇതിന്റെ പ്രവർത്തിച്ച് അവൻ മുഖാന്തരം പൊങ്ങി എന്നുള്ളത് എന്നിട്ട് അവനിപ്പോ ന്യായീകരിച്ച് നടക്കുക. അവനെ സ്ഥാപിച്ചുകൊണ്ട് കുറെ പേര് എത്തവണ സീറ്റ് കിട്ടുമെന്നുള്ള ഇത് വെച്ചുകൊണ്ട് നടക്കുക. അങ്ങനെ നടന്നാലൊന്നും ഇപ്പോഴത്തെ ജനങ്ങൾ കുറച്ചുകൂടെ പ്രബുദ്ധരായി. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പെണ്ണ് കേസ് കൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ താർത്തോടുകൂടി ഉമ്മൻചാണ്ടിയുടെ അവസാനത്തെ മരണത്തോടുകൂടി ആകെപ്പാടെ ഞങ്ങൾക്ക് മാറ്റം വന്നത്. ഇതുപോലെ സ്ത്രീകളൊക്കെ ഇപ്പം രാഹുലിന് സപ്പോർട്ടായിട്ട് വരുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യമില്ലേ ഉള്ളൂ ഇതിനകത്തെ ഈ പറഞ്ഞ പെണ്ണുങ്ങൾക്കൊക്കെ. അപ്പൊ ഞങ്ങൾക്ക് അതിനകത്തുള്ള ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ട് സപ്പോർട്ടുണ്ട്. ഞങ്ങൾ കുറെ കാര്യമുണ്ട്. എന്തെങ്കിലും വരുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് വിളിക്കും. i2i News
An eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.